ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ വായോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സോയാബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 1/2 കപ്പ് സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇട്ട് തിളപ്പിക്കുകയാണെങ്കിലും ചെയ്യാം. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 15 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഒന്ന് കളയുകയാണ് ചെയ്യുന്നത്. നമ്മളിനി അടുത്തതായിട്ട് മസാലക്കൂട്ടാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയല്ല, സാദാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അതിനുശേഷം അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ്. ഇത് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യുന്നതാണ്. ഞാനിവിടെ കല്ലേലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി അടുത്തതായിട്ടൊരു പാനാണ് എടുക്കുന്നത്. ആ പാൻ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണേ. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ, ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയാബീൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് സ്പേസ് ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കരിയാപ്പില ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ഇടാൻ മറന്നു പോയിട്ടാണ്. എല്ലാം ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഡ്രൈ സ്റ്റേജിൽ എത്തുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ആൻഡ് ഫൈനലി നമ്മുടെ സോയ ചങ്ക്സ് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയോ ചേർത്ത് കഴിക്കാവുന്നതാണ്. നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഇത് ഈസി റെസിപ്പിയാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. താങ്ക്